മതവിദ്വേഷ പ്രസംഗം നടത്തിയ സലഫി പണ്ഡിതനും പ്രഭാഷകനുമായ മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെയുള്ള കേസിൽ വിചാരണ ആരംഭിക്കുന്നു. വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിന് ശേഷമാണ് വിചാരണ തുടങ്ങുന്നത്. പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ എറണാകുളം CJM കോടതി മുജാഹിദ് ബാലുശ്ശേരിക്ക് നിർദ്ദേശം നൽകി. ഹിന്ദു സേവാ കേന്ദ്രം സ്ഥാപകൻ പ്രതീഷ് വിശ്വനാഥിന്റെ പരാതിയിലെടുത്ത കേസിലാണ് വിചാരണ. മതവിദ്വേഷ പ്രസംഗം നടത്തിയ സലഫി പണ്ഡിതനും പ്രഭാഷകനുമായ മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെയുള്ള കേസിൽ ഈ മാസം 10-ന് വിചാരണ ആരംഭിക്കും. പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ എറണാകുളം CJM കോടതി മുജാഹിദ് ബാലുശ്ശേരിക്ക് നിർദ്ദേശം നൽകി. വിചാരണ തീരും വരെ രാജ്യം വിട്ടുപോകരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ക്ഷേത്രങ്ങളിൽ കാണിക്കയിടുന്നതിനേക്കാൾ നല്ലത് വേശ്യാലയങ്ങളിൽ പണം നൽകുന്നതാണെന്നും അമൃതാനന്ദമയി ദേവിയുടെ അടുത്ത് പോകുന്നത് മോശപ്പെട്ട കാര്യമാണെന്നും ചൂണ്ടിക്കാട്ടിയുള്ള മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗമായിരുന്നു കേസിനാസ്പദമായ സംഭവം. ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ആളുകൾ പൈസ ചോദിച്ചു കൊണ്ടുവരും. ക്ഷേത്ര ഉത്സവത്തിന് 50 രൂപ എടുത്തു കൊടുക്കും. ഞങ്ങൾക്ക് വേശ്യാലയം നടത്താൻ പണം തരണമെന്ന് പറഞ്ഞ് നോട്ടീസ് ആയിട്ട് വന്നാൽ ഹിന്ദുക്കൾക്ക് നിങ്ങൾ കൊടുക്കുമോ? അമൃതപുരി പോയിട്ട് പെണ്ണിന്റെ കാലിൽ നക്കിന്ന് പറഞ്ഞാലോ? അതൊക്കെ ഇന്നത്തെ ലോകത്ത് ഒരാവശ്യമുള്ള കാര്യമല്ലേ എന്ന് വിലയിരുത്തുന്നവർ. ഹിന്ദു സേവാ കേന്ദ്രം സ്ഥാപകനും അഭിഭാഷകനുമായ പ്രതീഷ് വിശ്വനാഥ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. 2016-ൽ ആദ്യം നൽകിയ പരാതിയിൽ കേസന്വേഷണത്തിൽ പോലീസ് അലംഭാവം കാട്ടിയതിനെ തുടർന്ന് 2019-ൽ രണ്ടാമതും പരാതി നൽകുകയായിരുന്നു. കേസിൽ മുജാഹിദ് ബാലുശ്ശേരി നൽകിയ വിടുതൽ ഹർജി നേരത്തെ CJM കോടതി തള്ളിയിരുന്നു. മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗങ്ങൾ ഹിന്ദു ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അവഹേളിക്കുന്ന തരത്തിലാണെന്നായിരുന്നു പരാതി. ജനം, കൊച്ചി.